ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് നാം ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ ഉറയ്ക്കുന്നില്ലെങ്കിൽ അതെപ്പോഴും ചലനാത്മകമായതുകൊണ്ടാണ്. ഉറച്ചു നിൽക്കാൻ കഴിയാത്ത മനസ്സ് ഒരിക്കലും നിശ്ചലമായിരിക്കുകയില്ല. അതേതുപോലെ എന്ന് പറയുകയാണ്. ലക്ഷ്യത്തിലൂന്നാത്ത ചിത്തം സാധാ വിക്ഷുബ്ധമങ്ങിങ്ങുമുങ്ങും തെല്ലൊന്നൊരിടത്തിരിക്കില്ല കാറ്റുപോൽ തങ്ങാതലയുന്നിലെങ്ങും. അങ്ങനെയുള്ള മനസ്സിൻ്റെ സ്വഭാവത്തെ കവി വർണ്ണിക്കുകയാണ്. ലക്ഷ്യത്തിലൂന്നാത്ത ചിത്തം, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കാത്ത മനസ്സ് ലക്ഷ്യത്തിലേക്ക് ഒഴുകാതെ അവിടെയും ഇവിടെയും അലഞ്ഞു നടക്കുകയാണെങ്കിൽ അത് സദാ ഇളകി മറിയുന്ന സമുദ്രം പോലെ വിക്ഷുബ്ധമായിരിക്കും. ആ വിക്ഷുബ്ധം നമുക്ക് അശാന്തിക്ക് കാരണമാകും. മനസ്സിൻ്റെ ഈ ചാഞ്ചല്യമാണ് നമ്മുടെ ശാന്തിയെ ഭഞ്ജിക്കുന്നത്. എന്നാൽ മനസ്സ് സദാ ശാന്തമാണെങ്കിൽ പരമമായ സുഖത്തിൻ്റെ ഉറവിടമാണ് ശാന്തമായ മനസ്സ്. അതുകൊണ്ട് എപ്പോഴും എന്ത് പ്രതികൂലങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാവുക എന്നത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷേ ആ പ്രതികൂലങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രക്ഷുബ്ധം ആകാതെ നോക്കേണ്ടതാണ് ബുദ്ധിയുടെ ചുമതല. പ്രക്ഷുബ്ധമാകുന്ന മനസ്സിനെ സദാസമയത്തും ശാന്തമാക്കേണ്ടത് നമ്മുടെ ബോധമാണ്. ആ ബോധത്തിനാണ് നമ്മൾ ഉണർവ് കൊടുക്കേണ്ടത്. ബോധത്തിനാണ് നമ്മൾ ശക്തി കൊടുക്കേണ്ടത്. ഉണർവും ശക്തിയും ആ ബോധത്തിന് കൊടുത്താൽ ആ ബോധം മനസ്സിനെ സ്വാധീനിച്ച് സ്വേച്ഛപ്രകാരം നിയന്ത്രണ വിധേയമാക്കും. അങ്ങനെയുള്ള ബുദ്ധിയുടെ നിയന്ത്രണത്തിലായ മനസ്സ് നമുക്ക് ഹിതം മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരിക്കലും നമ്മെ പലതരത്തിലുള്ള ആപത്തുകളിൽ കൊണ്ടുപോയി ചാടിക്കുകയില്ല. അതിനാൽ ലക്ഷ്യത്തിലൂന്നാത്ത ചിത്തം സദാ, എപ്പോഴും ലക്ഷ്യത്തിൽ നമ്മൾ ഊന്നുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും പ്രക്ഷുബ്ധമാകും, അവിടെയും ഇവിടെയും അലഞ്ഞുകൊണ്ടിരിക്കും. വിക്ഷുബ്ധമങ്ങിങ്ങുമുങ്ങും, അവിടെ ഇവിടെയൊക്കെ വരും ചെയ്യും, മുങ്ങും ചെയ്യും. എന്നാൽ തെല്ലൊന്നൊരിടത്തിരിക്കില്ല, അല്പസമയമെങ്കിലും ഒരു സ്ഥലത്തിരിക്കില്ല. ചില മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കണം, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. അവർക്കൊരിക്കലും സ്വസ്ഥതയില്ല. എവിടെയെങ്കിലും ഒന്നിരിക്കുമ്പോൾ അപ്പം തോന്നും അപ്പുറത്ത് പോകണം, അവിടെ പോകുമ്പോൾ തോന്നും അയ്യോ ഇവിടെ തന്നെയാണുള്ളത്. അങ്ങനെ മനസ്സ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നീ മനമേ മങ്ങി മയങ്ങി വലഞ്ഞുകൊള്ളാതെ തിങ്ങുന്നൊരാനന്ദം തന്നിൽ സദാ മുങ്ങിടാം ചങ്ങാതി മനമേ നീ വാവ. അല്ലയോ മനസ്സേ, എൻ്റെ ഉറ്റ ചങ്ങാതിയായിരിക്കുന്ന മനസ്സേ, നീ അവിടെ ഇവിടെയൊക്കെ ഓടി അലഞ്ഞ് ക്ഷീണിക്കാതെ നീ ഇങ്ങോട്ട് വരൂ. നിന്റെ ലക്ഷ്യത്തിൽ നീ പ്രക്ഷുബ്ധമാകാതെ ഇരിക്കൂ എന്നാണ് പറയുന്നത്. ലക്ഷ്യത്തിലൂതാത്ത ചിത്തം സാധാ വിക്ഷുബ്ധമങ്ങിങ്ങുമുങ്ങും തെല്ലൊന്നൊരിടത്തിരിക്കില്ല കാറ്റുപോൽ. കാറ്റെവിടെയും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ലല്ലോ. കാറ്റുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. തങ്ങാതലയുന്നിലെങ്ങും, എവിടെയും തങ്ങി നിൽക്കാതെ അങ്ങും ഇങ്ങും അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ മനസ്സ്. നിരന്തരം നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ട ഒരു സുഭാഷിതമാണിത്. ലക്ഷ്യത്തിലൂന്നാത്ത ചിത്തം സാധാ വിക്ഷുബ്ധമങ്ങിങ്ങുമുങ്ങും തെല്ലൊന്നൊരിടത്തിരിക്കില്ല കാറ്റുപോൽ തങ്ങാതലയുന്നിലെങ്ങും.